നോ പറയാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണോ നിങ്ങൾ? നോ പറയേണ്ടിടത്ത് അത് പറയാൻ പറ്റാത്തത് കാരണം പല പല വിഷമങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അമേരിക്കൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായ ലൂയിസ മേ ആൽക്കോട്ട് പറഞ്ഞിട്ടുണ്ട്, ദ ഡ്യൂട്ടി വി ഓ അവർ സെൽവ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് വി ഓ അതേഴ്സ് എന്ന്. നമുക്ക് നമ്മളോടുള്ള കടമ നമുക്ക് മറ്റുള്ളവരോടുള്ള കടമയേക്കാൾ വലുതാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ നമ്മൾ നമ്മളോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ട്രീറ്റ് യുവർ സെൽഫ് റെസ്പെക്റ്റ്ഫുള്ളി. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അസർട്ടീവ്നെസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അസർട്ടീവ്നെസ് ഈസ് യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഒത്തൻറ്റിക്കലി ആൻഡ് റെസ്പെക്റ്റ്ഫുള്ളി. സത്യസന്ധമായും ബഹുമാനപൂർവവും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള നിലപാടിനെ മറ്റുള്ളവരെ വെറുപ്പിക്കാതെ അവരോട് പറയാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. വാറൻ ബഫറ്റിൻ്റെ ഭാഷയിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സക്സസ്ഫുൾ പീപ്പിൾ ആൻഡ് റിയലി സക്സസ്ഫുൾ പീപ്പിൾ ഇസ് ദാറ്റ് റിയലി സക്സസ്ഫുൾ പീപ്പിൾ സേ നോ ടു ഓൾമോസ്റ്റ് എവറിത്തിങ്. സാധാരണ വിജയികളും ശരിക്കും വിജയം കൈവരിച്ചവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും വിജയം കൈവരിച്ചവർ മിക്കവാറും പല കാര്യങ്ങളിലും നോ പറയുന്നവരായിരിക്കും. 2008 വാറൻ ബഫറ്റ് ലോകത്തിൽ ഏറ്റവും പണക്കാരനായ വ്യക്തിയായിരുന്നു. ആൻഡ് റൈറ്റ് നൗ ഹി ഈസ് ദ വേൾഡ്സ് 5th വെൽത്തിയസ്റ്റ് പേഴ്സൺ. അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് $100 ബില്യൺ എന്നാൽ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കടയിൽ സാധനം പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ലോകപ്രശസ്തനായ പണക്കാരനായി മാറിയത്. ഹി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ വേൾഡ്. ഈ വീഡിയോയിൽ ഞാൻ അസർട്ടീവ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് 4 ഏരിയകളായിട്ട് തരംതിരിച്ചാണ് പറയാൻ പോകുന്നത്. 1, വൈ സം പീപ്പിൾ കാൺട്ട് സേ നോ. എന്തുകൊണ്ട് ചില ആളുകൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ല. 2, ഇമ്പാക്റ്റ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു സേ നോ. നോ പറയാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. 3, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൗ തിങ്സ് ആർ. കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു ധാരണ അതാദ്യം വേണം നോ പറയണമെങ്കിൽ. അങ്ങനെ 4മതായി പറയാൻ പോകുന്നത് ഹൗ ടു സേ നോ. എങ്ങനെയാണ് മറ്റുള്ളവരെ വെറുപ്പിക്കാതെ നോ പറയാൻ കഴിയുക. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് വരാം. വൈ സം പീപ്പിൾ കാൺട്ട് സേ നോ. എന്തുകൊണ്ട് ചിലർക്ക് നോ പറയാൻ കഴിയുന്നില്ല? അതിലൊരു കാരണം ഇറ്റ്സ് ദ ഫീലിംഗ് ഓഫ് അതേഴ്സ് ബീയിങ് റൈറ്റ്. മറ്റുള്ളവർ എന്നേക്കാൾ ശരിയാണ് എന്ന തോന്നലാണ്. ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവ്. ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല, മറ്റുള്ളവർ പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും ആണ് ശരി എന്നൊരു തെറ്റിദ്ധാരണയായിരിക്കാം ഒരു കാരണം. 2മത്തെ കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഫിയർ ഓഫ് ബീയിങ് ഐസൊലേറ്റഡ്. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവർ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ അവരോട് നോ പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ അവർ എന്നെ കൂട്ടാതിരിക്കുമോ, അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഒരു പേടിയാണ് 2മതായി ഉള്ള കാരണം. 3മത്തെ പോയിന്റ് ഫിയർ ഓഫ് ആൻറ്റഗണൈസിങ് അതേഴ്സ്. മറ്റുള്ളവരുടെ വിരോധം, ഹോസ്റ്റിലിറ്റി സമ്പാദിക്കുമെന്നൊരു പേടിയാണ് നോ പറയാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാരണം. ഇനി 2മത്തെ സെക്ഷനിൽ ഇമ്പാക്റ്റ് ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു സേ നോ. നോ പറയേണ്ടടുത്ത് നോ പറയാൻ സാധിച്ചില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആദ്യത്തെ കാര്യം ഇറ്റ് എഫക്ട്സ് യുവർ സെൻസ് ഓഫ് സെൽഫ് വർത്ത്. സ്വാഭിമാനം, ആത്മാഭിമാനം വല്ലാതെ ചോർന്നു പോകും. കാരണം എൻ്റെ ഉള്ളിലുള്ള ആശയം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഉള്ളിൽ നോ ആണ്, പക്ഷേ പുറമേ ഞാൻ യെസ് പറയേണ്ടി വരുന്നു. അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഫാമിലിയുമായി പുറത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയുന്നത് ഞാൻ അവിടെ വന്ന് 2 ദിവസം താമസിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ എൻ്റെ ഫാമിലിയുമായി പുറത്തോട്ട് പോകുന്ന കാര്യം എനിക്ക് പറയാൻ വിഷമമുണ്ട്. അവൻ എന്ത് വിചാരിക്കും എന്നത് കാരണം ഞാൻ പറയാതിരിക്കുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്ത് വരുന്നു, 2 ദിവസം താമസിക്കുന്നു, പോകുന്നു. ഇവിടെ എൻ്റെ സുഹൃത്ത് വിളിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന്. അവിടെ നോ ആണ് ഞാൻ പറയുന്നത് ആ സുഹൃത്തിനോട്, പക്ഷേ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ ഞാനൊരു വിക്ടിമൈസ്ഡ് ഫീലിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അകത്ത് നോ ആണ്, പക്ഷെ പുറമേ യെസ് പറയുന്നു, അല്ലെങ്കിൽ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു. ഇതിൽ 2മതൊരു വിഷയം ഇറ്റ് പോസസ് എ ലോട്ട് ഓഫ് റിസ്ക്. കണ്ടമാനം റിസ്ക് ഉണ്ട്
നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ. പല കുട്ടികളും നോ പറയാനുള്ള ഒരൊറ്റ ബുദ്ധിമുട്ട് കാരണം പല പല ദുശ്ശീലങ്ങളിൽ ചെന്നുപെടുന്നു. ആൽക്കഹോളിസം, സ്മോക്കിംഗ്, ഡ്രഗ്സ്. ഉറ്റ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ്, അവരോട് നോ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വിളിക്കുന്ന വഴിക്ക് പോവുകയാണ്. വലിയ ആളുകൾക്കും നോ പറയാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർ റോങ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പണം നിക്ഷേപിക്കുന്നു. ഫ്രണ്ട് പറയുന്നതല്ലേ, എങ്ങനെ ആളോട് നോ പറയുക, ശരി ഇട്ടേക്കാം. എന്നിട്ട് ആ പണം നഷ്ടപ്പെട്ട ശേഷം ഇവരുമായുള്ള ബന്ധം മോശമാകുന്നു. പല ഗവൺമെൻറ് ഒഫീഷ്യൽസും അവർ ഷുവർട്ടി, മോർഗേജ് സൈൻ ചെയ്യാറുണ്ട് ബാങ്കുമായി. എന്നിട്ട് ജോലി നഷ്ടപ്പെടുന്ന വിഷയം പോലും ഉണ്ടാകാറുണ്ട്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവർ ജാമ്യം നിന്നതുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കണ്ടമാനം കടബാധ്യതകൾ അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു നോ പറയാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഏരിയയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൗ തിങ്സ് ആർ. ശരിയായ ധാരണ. ഇതിൽ 5 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നോ പറയാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവില്ല. ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഓക്കെ ടു വാണ്ട് സംതിങ് ഫ്രം സംവൺ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും വേണം എന്ന തോന്നൽ ഓക്കെയാണ്. കാരണം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. ഹി കനോട്ട് ലിവ് എലോൺ. എല്ലാവരും മറ്റുള്ളവരുമായി ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻറ്ററാക്ഷൻസിൻ്റെ ഭാഗമാണ് ചിലതെല്ലാം ചോദിക്കുന്നത്. നിങ്ങളോട് പലരും പലതും ചോദിച്ചെന്നിരിക്കും, നിങ്ങളും മറ്റുള്ളവരോട് പലതും ചോദിച്ചെന്നിരിക്കും. ഇതിൽ ഒരു തെറ്റുമില്ല എന്നാദ്യം മനസ്സിലാക്കുക. 2, ദി ആൻസർ മേ ബി യെസ് ഓർ നോ. യെസ് ആയിരിക്കാം അല്ലെങ്കിൽ നോ ആയിരിക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. യെസ് എത്രത്തോളം ശരിയാണ് അത്രത്തോളം ശരിയാണ് നോ. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ടു സേ നോ എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. സേയിങ് നോ ഡസ് നോട്ട് മേക്ക് മീ സെൽഫിഷ്. ഞാൻ മോശക്കാരനാകുന്നില്ല, ഞാൻ മോശക്കാരിയാകുന്നില്ല നോ പറയുന്ന സമയത്ത്. ഐ ക്യാൻ കണ്ടിന്യൂ ടു ബി എ നൈസ് പേഴ്സൺ ബൈ സേയിങ് നോ. നോ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല വ്യക്തിയായി പെരുമാറാൻ സാധിക്കും. സംവൺ മേ ബി അനോയ്ഡ് വിത്ത് മീ ബട്ട് ഐ ക്യാൻ കണ്ടിന്യൂ ടു ഫീൽ ഗുഡ് അബൌട്ട് മൈ സെൽഫ്. മറ്റൊരു വ്യക്തിക്ക് എന്നോട് ഞാൻ നോ പറയുന്ന സമയത്ത് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് അത് ബാധിക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബിക്കോസ് നോ പറയേണ്ട സ്ഥലത്താണ് ഞാൻ നോ പറഞ്ഞത്, അല്ലാത്ത സ്ഥലത്തല്ല. നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്ത് ചോദിക്കുന്നു ഒരു സിനിമയ്ക്ക് പോകാം. നിങ്ങൾക്ക് അത്യാവശ്യം പണിയുണ്ട്. ആ പണി ഒഴിവാക്കിയ ശേഷം സിനിമയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുന്നു. അവിടുന്ന് അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചായ വേണോ കാപ്പി വേണോ? നിങ്ങൾക്ക് ചായ വേണ്ടത്. പറയാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം ഒന്നും വേണ്ടിയില്ല. അപ്പോൾ അവർ പറയാണ്, എന്നാൽ ശരി കാപ്പി എടുത്തേക്കാം. നിങ്ങൾക്ക് ചായ വേണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അവർ കാപ്പി കൊണ്ടുവരുന്നു, നിങ്ങളത് കുടിക്കുന്നു വളരെ വിഷമിച്ച്. കാപ്പി വേണ്ട എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ പോയിൻ്റ് പ്രസക്തി. ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ടു സേ നോ. റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മൂന്നാമത്തെ പോയിൻ്റ്, ഡോണ്ട് വറി അബൌട്ട് വാട്ട് അതേഴ്സ് വുഡ് തിങ്ക് അബൌട്ട് യു വെൻ യു സേ നോ. നിങ്ങൾ നോ പറയുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സമൺ വിൽ ഓൾവേസ് ഫൈൻഡ് ഫോൾട്ട് വിത്ത് യു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നിരിക്കും, അവർ കുറ്റപ്പെടുത്തി എന്നിരിക്കും. അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന സംഗതിയല്ല. മറ്റുള്ള വ്യക്തികൾ എന്ത് പറയുന്നു ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി നിങ്ങളോട് നോ പറയുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരു 2-way ട്രാഫിക്കാണ്. നിങ്ങൾക്കും നോ പറയാനുള്ള അവകാശമുണ്ട്, മറ്റൊരു വ്യക്തിക്കും നിങ്ങളോട് നോ പറയാനുള്ള അവകാശമുണ്ട്. നോ എന്ന് പറയുന്നത് യെസ് പോലെ തന്നെ ഒരു റെസ്പോൺസ് ആണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റ്, I may want to please the people I care about, but I don't have to please them all the time. എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ എനിക്ക് പ്ലീസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും ആളുകളെ നമ്മൾ പ്ലീസ് ചെയ്യേണ്ടതായിട്ടില്ല. മൈ സേയിങ് നോ ഡസ് നോട്ട് മീൻ ഐ ഡോണ്ട് ലൈക്ക് ദം. ഞാൻ നോ പറഞ്ഞാൽ എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന അർത്ഥമില്ല. ജസ്റ്റ് ബിക്കോസ് someone asks me for a favor, I am under no obligation to say yes. ഒരു വ്യക്തി എന്നോട് എന്തെങ്കിലും ചോദിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ യെസ് പറയണം എന്നർത്ഥമില്ല. ഇതിനാണ് വ്യക്തമായ ധാരണ എന്ന് പറയുന്നത്. അവസാനം അഞ്ചാമത്തെ പോയിന്റ്, ഇഫ് മൈ നോ മേക്സ് സംവൺ ആംഗ്രി ദാറ്റ് ഡസൻറ്റ് മീൻ ഐ മസ്റ്റ് ഹാവ് സെഡ് യെസ് ടു ദം. ഞാൻ നോ പറയുന്നത് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ യെസ് പറയണം എന്നായിരുന്നു എന്നല്ല. മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചല്ല
ഞാൻ എന്ത് പറയണം എന്ന് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായത്തേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതേണ്ട കാര്യമില്ല. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി 4ാമത്തെ ഏരിയയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു സേ നോ. എങ്ങനെയാണ് നോ പറയേണ്ടത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് ദി അസേർട്ടീവ് മിഡിൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. അസർട്ടീവ്നെസ്സിൻ്റെ സ്കെയിലിൽ 2 അറ്റങ്ങളുണ്ട്. ഒന്നിന് പറയുന്നു പാസീവായിട്ടുള്ള അവസ്ഥ എന്ന്. 2ാമത്തെ അറ്റത്താണ് അഗ്രസീവായിട്ടുള്ള അവസ്ഥ. പാസീവ് എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായ ഭാവം, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തമായ ഭാവം. ഇതിൻ്റെ ഇടയ്ക്കാണ് അസർട്ടീവ് എന്ന ഭാവം വരുന്നത്. പാസീവ് എന്ന് പറഞ്ഞാൽ നോട്ട് ആക്റ്റീവ്, നിഷ്ക്രിയമായ ഭാവം. ഇതിൽപ്പെടുന്ന വ്യക്തികൾ ചിന്തിക്കുന്നു മൈ നീഡ്സ് ആർ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ആവശ്യങ്ങൾ അത്ര മുഖ്യമല്ല. പല വീടുകളിലും സ്ത്രീകളൊക്കെ അങ്ങനെയുണ്ട് അല്ലേ. അവരുടെ ആവശ്യം അവരെല്ലാവരുടെയും ആവശ്യം കഴിഞ്ഞ ശേഷമാണ് നിറവേറ്റുന്നത്. പലപ്പോഴും വീടുകളിൽ അമ്മമാരെങ്ങനെയാണ്, ബാക്കി എല്ലാവരുടെയും കാര്യം കഴിഞ്ഞ ശേഷം മാത്രമേ, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. 2, ഐ എം റിലക്റ്റൻറ്റ് ടു ഷെയർ മൈ തോട്ട്സ്. എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പറയാനൊരു വിമുഖത കാണിക്കുന്നു, റിലക്റ്റൻസ്. 3, ഐ അലൗ മൈസെൽഫ് ടു ബി ബുള്ളീഡ്. ഞാൻ സ്വയം എന്നെ ശല്യപ്പെടുത്താൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുകയാണ്. ഇതെല്ലാം പാസീവായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 4ാമതായി ഡിസിഷൻ. തീരുമാനമെടുക്കേണ്ട സമയത്ത് ഐ ലെറ്റ് അതേഴ്സ് ഡിസൈഡ് ഫോർ മീ. ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് കഴിക്കണം എന്ന് മറ്റുള്ളവർ നിശ്ചയിക്കുന്നു. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ എങ്ങനെയാണ്, അവർ പറയും എന്ത് വേണേ ഓർഡർ ചെയ്തോളൂ, ഞാൻ കഴിച്ചോളാം എന്ന് പറയും. അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്താ വേണ്ടത്, ബിരിയാണി വേണം അല്ലെങ്കിൽ പൊറോട്ട വേണം, പക്ഷെ ഇത് പറയുന്നില്ല. അങ്ങനെ മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്യുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഈ വ്യക്തി അത് കഴിക്കുന്നു. ഇതെല്ലാം പാസീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ വിശേഷണമാണ്. ഇനി മറ്റേ അറ്റത്ത് അഗ്രസീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്, അക്രമാസക്തമായ ഭാവമുള്ള വ്യക്തിത്വം. അങ്ങനെയുള്ളൊരു വ്യക്തി മനസ്സിൽ പറയുന്നത് മൈ നീഡ്സ് എലോൺ മാറ്റർ. എൻ്റെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആൻഡ് ദെയർഫോർ ഐ എക്സ്പ്രസ് അഗ്രസീവ്ലി, ഐ ഷൗട്ട്. ഞാൻ ഒച്ച വയ്ക്കുന്നു, അക്രമാസക്തമായിട്ടുള്ളൊരു സ്വഭാവം ഞാൻ കാണിക്കുകയാണ്. ഐ ടെൻഡ് ടു ബുള്ളി അതേഴ്സ്. മറ്റുള്ളവരെ ഞാൻ ശല്യപ്പെടുത്തുകയാണ്, എനിക്ക് അവരെ ശല്യപ്പെടുത്താൻ ഒരു വിഷമവും തോന്നുന്നില്ല. ഇതെല്ലാം അഗ്രസീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. ഡിസിഷൻ. തീരുമാനമെടുക്കേണ്ട സമയത്ത് ഐ ഡിസൈഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ തീരുമാനമെടുക്കുന്നു. എന്തൊരു വിഷമം നോക്കൂ. ഒരു കുടുംബത്തിലൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ വലിയ വിഷമമായിരിക്കും മറ്റുള്ളവർക്ക് അവരുടെ കൂടെ ജീവിക്കാൻ. സോ ഇതിലൊരു ബാലൻസ് കൊണ്ടുവരുന്ന അവസ്ഥയാണ് ദി അസർട്ടീവ് മിഡിൽ എന്ന് പറയുന്ന അവസ്ഥ. ഒരു അസർട്ടീവായിട്ടുള്ള വ്യക്തി പറയുന്നു മൈ നീഡ്സ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എവ്രി വൺ എൽസസ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെപ്പോലെ തന്നെ എൻ്റെ ആവശ്യവും പ്രാധാന്യമുള്ളതാണ്. എൻ്റെ ആവശ്യം പോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നു. ആൻഡ് ദെയർഫോർ ഐ ഫൈൻഡ് ഇറ്റ് ഈസി ടു എക്സ്പ്രസ് മൈ ട്രൂ തോട്ട്സ്. എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, എൻ്റെ ആശയം എനിക്ക് പറഞ്ഞവതരിപ്പിക്കാൻ ഒരു വിഷമവും ഇല്ല. ഐ സ്റ്റാൻഡ് അപ്പ് ഫോർ മൈ സെൽഫ്. എൻ്റെ കാലിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നു, ഒരു വിഷമവുമില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തീരുമാനമെടുക്കേണ്ട സമയത്ത് ഐ ഡിസൈഡ് ഫോർ മൈ സെൽഫ് ആൻഡ് ഐ അലൗ അതേഴ്സ് ടു ഡിസൈഡ് ഫോർ ദെംസെൽവ്സ്. എൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ അവരെ തീരുമാനമെടുക്കാൻ അനുവദിക്കുന്നു. വി ബോത്ത് ഹാവ് റൈറ്റ്സ് ദാറ്റ് നീഡ് ടു ബി ഓണേർഡ് എന്ന ഒരു ഫീലിംഗ് ആണ് ഇങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെടുന്ന വ്യക്തികൾക്കുണ്ടാകുന്നത്. ഇത്രയുമാകുമ്പോൾ നോ പറയാൻ ഒരു വിഷമവും ഉണ്ടാകില്ല. ഹൗ ടു സേ നോ. ആദ്യത്തെ പോയിന്റ്, ബി ക്ലിയർ ഇൻ യുവർ ഐഡിയാസ്. ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വോണ്ട്. ബി ഫെയർ ആൻഡ് ബി ഓണസ്റ്റ്. ചിന്തകളിൽ വ്യക്തത, ആശയങ്ങളിൽ വ്യക്തത, ഇതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഒരു ഫെയർനെസ് ഉണ്ട്, ജസ്റ്റായിരിക്കണം. ന്യായം നോക്കിക്കൊണ്ട് മാത്രമാണ് യെസ് ആണോ നോ ആണോ പറയേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒട്ടും ബയസ് അല്ലെങ്കിൽ പ്രജുഡിസ്, പക്ഷപാതം, മുൻവിധി ഇതൊന്നുമില്ലാതെ തന്നെ ഞാൻ കൃത്യമായ തീരുമാനമെടുക്കുന്നു. നോ പറയേണ്ടതിൽ രണ്ടാമത്തെ കാര്യം, ടേക്ക് എ ഫേം ഡിസിഷൻ ടു സേ നോ. ഈ ഒരു നിമിഷം വരെ നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാരമില്ല. ഇനി മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ നോ പറയും എന്ന തീരുമാനമെടുക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പലതവണ വേണ്ട സ്ഥലത്ത് മറ്റുള്ളവരോട് നോ പറയാൻ മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ തീരുമാനം ഉള്ളിലെടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് അത് പറയാൻ വല്ലാത്ത വിഷമമുണ്ടാവില്ല. മൂന്നാമത്തെ പോയിന്റ്, റെസ്പെക്റ്റ് ദി അതർ ആൻഡ് റെസ്പോണ്ട് ഇൻ എ ഫേം ആൻഡ് പൊളൈറ്റ്
മാനർ ആൻഡ് സേ നോ. വളരെ റെസ്പെക്റ്റോടുകൂടി എന്നാൽ ഫേമായിക്കൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നോ പറയുക. ബി കൈൻഡ്. ചിലർക്ക് ആദ്യമായിട്ടിത് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെന്ത് വേണം? ദേ ക്യാൻ ആസ്ക് ഫോർ ടൈം. അവർക്ക് പറയാം, നാളെ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഞാൻ പറയാം, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയാം. പക്ഷേ നാളെ 5 മണിക്ക് മുമ്പ് നിങ്ങൾ വിളിച്ച് പറയണം. നോ ആണെങ്കിൽ നോ പറയണം. അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. അങ്ങനെയാണ് നമ്മൾ എസർട്ടീവ്നെസ് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത്. ഈ എസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എസർട്ടീവ്നെസ് ട്രയാങ്കിൾ എന്ത് എന്ന് മനസ്സിലാക്കണം. എസർട്ടീവ്നെസ് ട്രയാങ്കിളായ ഈ ത്രികോണത്തിൻ്റെ താഴെ ഇടതുഭാഗത്ത് പാസീവായിട്ടുള്ള അവസ്ഥയും നിഷ്ക്രിയമായിട്ടുള്ള ഭാവം, വലതുഭാഗത്ത് താഴെ അഗ്രസീവായിട്ടുള്ള അവസ്ഥ, അതായത് അക്രമാസക്തമായ ഭാവമാണ്. ഇതിൻ്റെ ഇടയിലുള്ള വലിയ ഭാഗമാണ് ഏരിയ ഓഫ് നോ ചോയ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും പാസീവ് ഓർ അഗ്രസീവ് ആയത് കാരണം അവരുടെ ഫീലിങ്സിൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് കൺട്രോളില്ല. പാസീവായിട്ടുള്ള വ്യക്തി എന്താ വേണ്ടത്? ഇങ്ങനെ മുകളിലേക്ക് കയറി എസർട്ടീവായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തണം. അഗ്രസീവായിട്ടുള്ള വ്യക്തിയും മറുഭാഗത്തേക്ക് പോകുന്നതിന് പകരം മുകളിലേക്ക് കയറിയ ശേഷം അസർട്ടീവായ ഭാഗത്തേക്ക് എത്തണം. അവിടെ എത്തുമ്പോൾ ഏരിയ ഓഫ് ചോയ്സ്, യു നോ വാട്ട് യു വാണ്ട്, യു ബിക്കം വെരി ഫോക്കസ്ഡ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ലീഡേഴ്സായി മാറുന്നത്. അപ്പോൾ നമ്മൾ എസർട്ടീവ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കി. എന്തുകൊണ്ട് ചിലർക്ക് നോ പറയാൻ കഴിയുന്നില്ല, നോ പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, എസർട്ടീവ്നെസ്സിനെ കുറിച്ച് ശരിയായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആൻഡ് ഫൈനലി, ഹൗ ടു സേ നോ, എങ്ങനെയാണ് നോ പറയേണ്ടത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ മനോഹരമായി യെസ് പറയുന്നത് പോലെ തന്നെ. എസർട്ടീവ്നെസ് ഇസ് നോട്ട് വാട്ട് യു ഡു, ഇറ്റ് ഇസ് ഹൂ യു ആർ എന്ന് ശക്തി ഗവെയിൻ പറഞ്ഞിട്ടുണ്ട്. എസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് നിങ്ങളുടെ തനതായ സ്വരൂപമാണ്, നിങ്ങളുടെ വ്യക്തിത്വമാണ്, നിങ്ങൾ തന്നെയാണ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൻ്റെ ഓഥറാണ് ശക്തി ഗവെയിൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റുകൾ താഴെ പോസ്റ്റ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ മറ്റൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.